ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ അങ്ങനെ വീണ്ടും നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ആസിഫ് അലി അഭിനയിക്കുന്ന പുതിയ പടമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന പടം. സോ അപ്പോൾ അതിൻ്റെ ട്രെയിലർ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പടം ഡയറക്റ്റ് ചെയ്തത് സേതുനാഥ് പത്മകുമാർ എന്ന് പറഞ്ഞ ആളാണ്. പടത്തിനകത്ത് അഭിനയിക്കുന്നത് ആസിഫ് അലി, ജഗദീഷ്, ഹരിശ്രേഷ് ശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അസീസ്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന പുതിയ പടമാണ് ഗൈസ്. സോ എന്തായാലും നമുക്ക് പടത്തിൻ്റെ ട്രെയിലറൊക്കെ പോകാൻ സുഹൃത്തുക്കളെ. സോ കുറച്ചധികം ട്രെയിലറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ആ കൂട്ടത്തിൽ വിട്ടുപോയ ഒരെണ്ണമായിരുന്നു ഇത്. സോ എന്തായാലും വിട്ടുപോയ ട്രെയിലറുകൾ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു വരുന്നതാണ്. സോ നമുക്ക് എന്തായാലും ഈ പടത്തിൻ്റെ ട്രെയിലറൊക്കെ കടക്കാൻ സുഹൃത്തുക്കളെ. ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഓഫ് ആഭ്യന്തര കുറ്റവാളി ഗൈസ്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്. പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞു പോകണം. ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പിരിഞ്ഞു പൊയ്ക്കോണം. പ്രതികരിക്കരുത്, കാരണം മരിച്ചത് ഒരു പുരുഷനാണ്. അടുത്തത് നമുക്ക് ഈശ്വര പ്രാർത്ഥനയാണ്. പണി ചുരുക്കി പോയി ചോദിക്കും മനുഷ്യ എന്ത് കൂട്ടാണ് അച്ഛനത് എന്നോട് ചോദിക്കുന്നു. രണ്ട് പെണ്ണിനെ കെട്ടി അങ്ങനെയുള്ളവരെ പെഴാന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കട്ടെ. ഡിസ്കൗണ്ട് നമ്മളിപ്പോ കളിച്ചാലോ? ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. സ്ത്രീധനം എല്ലാം കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നു. പതിവ്രതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാകും. അടിക്കണ്ടേ? അടുത്ത പണിയാണ്. അങ്ങനെ നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുത്തി ഉണ്ടാക്കട്ടെ. അവന്മാർക്കുള്ള പണിയെടുത്ത് പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും അതേ ശൂർപ്പണകമാരുമുണ്ട്. ആഭ്യന്തര കുറ്റവാളി എല്ലാ സഹദേവൻ അത്തമാണല്ലോ ഗൈസ്. ഫാമിലി ഡ്രാമ പടമാണെന്ന് തോന്നുന്നു ഗൈസ് കണ്ടിട്ട്. കല്യാണം കഴിക്കുന്നു, 2 കല്യാണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ഒഴിഞ്ഞോ, അതായത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും. എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ നോർമലി പടങ്ങളിലൊക്കെ കണ്ടുവരുന്നത് പെൺപിള്ളാർ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന കുറച്ച് പടങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ആണുങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു ചെറിയ ഫണ്ണും കോമഡിയും കുറച്ചധികം കാര്യങ്ങൾ, പിന്നെ കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ. സോ ആസിഫ് അലി വീണ്ടും ഒരു ഫാമിലി മാനായിട്ട് വരികയാണ് സുഹൃത്തുക്കളെ. സോ ഈ ഗൈസ് ഒരു നല്ല ട്രെയിലർ, രസമുണ്ട് കാണാൻ. ഫുൾ നിയമ പോരാട്ടമായിട്ടാണ് തോന്നുന്നത്. സോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.